ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ കൊണ്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റവ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം, ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിനൊരു ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു ചെറിയ ടീസ്പൂണാണ്, അതിനൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറയെ എടുത്തിട്ടില്ല, എന്നാലൊരു 3/4 ഭാഗത്തോളമൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടി പോവരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഇതിനെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര്, ഒരു 1/4 കപ്പ് അളവിൽ. അതായത് യോഗട്ടോ തൈരോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതാദ്യം ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് എത്രത്തോളം നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ, ഇത് നമുക്ക് കുഴഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ചൂടുള്ള വെള്ളം മതി. അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ, പക്ഷേ ഇച്ചിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കാരണം റവ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ, ഒരു 1/2 ടീസ്പൂണോളം ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് കുഴയ്ക്കണ്ട, ജസ്റ്റ് എല്ലായിടത്തേക്കും അതിൻ്റെ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വലിയ വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, നമുക്ക് പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് എയർ ഫ്രയറിലും ചെയ്തെടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരു 1-2 മിനിറ്റ്. അപ്പോഴത്തേക്കും ഇത് ശരിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഓയിലൊക്കെ ഇതിൽ അതുപോലെ തന്നെ ബാക്കിയാണ്. ഒട്ടും തന്നെ നമ്മൾ ഓയിലൊന്ന് ജസ്റ്റ് വാട്ടി എടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതങ്ങ് മാറ്റിയിട്ട് ഞാൻ ഇതിലൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോഴത്തേക്കും ഞാനിത് ഒരു ഇടികല്ല് വെച്ചിട്ടുണ്ടല്ലോ, ഈ വെളുത്തുള്ളി ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതങ്ങ് ചതഞ്ഞ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പാത്രം പൊട്ടുമൊന്നുമില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക്, അതൊരു 3/4 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഈ ബട്ടറിൽ ഇതൊക്കെ കിടന്ന് ഒന്നങ്ങ് മിക്സ് ആവുന്ന വിധത്തിൽ. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ അൺസാൾട്ടഡ് ആണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ റവ പൊടിച്ചിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളത്തോടു കൂടി കുഴച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നല്ല ഇതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ റവ ആയതുകൊണ്ട് ഒന്നങ്ങ് തിക്കായി പോട്ടെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തോടെ കുഴച്ചെടുക്കാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെ ഒന്നങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിക്ക് അങ്ങ് പരത്തരുത്, എന്നാൽ തീരെ കനം കുറച്ചിട്ടാവരുത് കേട്ടോ. ആ ഒരു രീതിക്ക് അങ്ങ് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ നമ്മളുടെ ബട്ടറിൻ്റെ ഒക്കെ ഒരു മിക്സ്, അത് ഇതിൻ്റെ മേലെ ഈ വെളുത്തുള്ളിയുടെയും ബട്ടറിൻ്റെയും മിക്സ് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്തിരുന്നത്. അപ്പോൾ ശരിയല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂണായപ്പോൾ എല്ലായിടത്തേക്കും അങ്ങ് ആവുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ക്യൂബായിട്ടുള്ള ചീസാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചേർക്കാം. എന്നിട്ടുണ്ടല്ലോ, ഇത് ജസ്റ്റ് നമുക്കൊന്നങ്ങ് മടക്കി കൊടുക്കാം. ഇത് പ്രസ് ചെയ്ത് നന്നായിട്ട് അമർത്തി കൊടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ആ സൈഡൊന്ന് ഒട്ടുന്ന വിധത്തിൽ വെറുതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അതിനുശേഷം ഞാനിപ്പോൾ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് ഒരു പാച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എഗ്ഗ്,
അത് ഇതിൻ്റെ മേലേക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പരട്ടി കൊടുക്കുക. എല്ലായിടത്തേക്കും ആയിക്കോട്ടെ, നന്നായിട്ട് തന്നെ ആ രീതിക്ക് വേണം നമ്മളിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതുപോലെ തന്നെ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതിയിട്ട് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ ഞാനിത് ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് 8 മിനിറ്റ് ആയപ്പോൾ ഞാനിതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ആ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ സ്കിപ്പായി പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെന്ത് കിട്ടും. എന്നാലും ഒന്ന് വേവിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതാ 10 മിനിറ്റും കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കളർ ഒന്നും കൂടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേവ് കുറഞ്ഞിട്ടല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിനെ ചൂടാറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തെന്നുള്ളൂ. ഇനിയിപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.